കത്തി നിൽക്കുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിച്ചാലോ? PSC, UPSC, SSC, RRB എവിടെയാണെങ്കിലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവും. ബിക്കോസ് കറണ്ട് അഫയേഴ്സ് ഭയങ്കര ബോറിംഗ് സബ്ജക്റ്റ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി അനലറ്റിക്കലായി എങ്ങനെ ഒരു സബ്ജക്റ്റിനെ പഠിക്കാമെന്നുള്ളൊരു കാര്യം നമുക്ക് ഈ വീഡിയോ കൂടെ നോക്കാം. ആദ്യമേ നമുക്ക് സ്പോർട്സിൽ സ്റ്റാർട്ട് ചെയ്യാം. സ്പോർട്സിലെ കറണ്ട് അഫയേഴ്സ് ഭയങ്കര ഫാക്ച്വലാണ്, പക്ഷേ കോൺടെക്സ്റ്റ് അറിഞ്ഞ് പഠിച്ചാൽ ഭയങ്കര ഈസിയാണ്. ഉദാഹരണത്തിന് ഇപ്പം 4th എഡിഷൻ ഓഫ് ഖേലോ ഇന്ത്യ ഗെയിംസ്, അതിൻ്റെ വെന്യൂ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുൽമാർഗ്, കാശ്മീരാണെന്ന് നമുക്കറിയാം. പക്ഷേ ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ അതിനെപ്പറ്റി ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതായത് ഇതിപ്പം ഏഷ്യൻ ഗെയിംസിൻ്റെയും അല്ലെങ്കിൽ വിൻ്റർ ഒളിമ്പിക്സ് പോലെയുള്ള സ്പോർട്സ് ഇവൻറ്റ്സിൻ്റെയും വേദിയായിട്ട് മത്സരിക്കാൻ ഇവർ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2024 ഒളിമ്പിക്സിൽ നമ്മൾ പുതിയതായി ആഡ് ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണ് എന്ത് പറഞ്ഞേ? മൗണ്ടൻ സ്കീയിങ്. നമ്മൾ ഈ സ്നോ ഉള്ള അല്ലെങ്കിൽ മഞ്ഞുമലകളുടെ മുകളിൽ കൂടെ സ്കീയിങ്, ഇങ്ങനെ സ്കേറ്റ് ബോർഡ്സ് ഇങ്ങനെ സ്കീയിങ് ചെയ്ത് നടത്താറില്ലേ, അത് ഒളിമ്പിക്സിൽ ഇപ്പോൾ ലേറ്റസ്റ്റായി ആഡ് ചെയ്തിട്ടുള്ള ഐറ്റമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. അപ്പം ആ ഐറ്റത്തിൽ ഇന്ത്യൻ അത്ലറ്റുകൾക്ക് പ്രാക്ടീസ് കൊടുക്കാൻ പറ്റിയ ലാൻഡ്സ്കേപ്പാണ് ഇത് എന്നൊരു ഫൈൻഡിങ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പെർസ്പെക്റ്റീവിൽ. അപ്പോൾ ഇതിനെ കൂടെ ചേർത്ത് പഠിക്കുക. ഇറ്റലിയിൽ വെച്ചാണ് 2024 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. സോ ഗുൽമാർഗ് നമുക്ക് നമ്മുടെ അത്ലറ്റിലെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിക്കാൻ ഓൾറെഡി ഖേലോ ഇന്ത്യ ഗെയിംസിൻ്റെ വെന്യൂ ആണത്. അതിന് കൂടെ ഈ മൗണ്ടൻ സ്കീയിങ് പോലുള്ള കാര്യങ്ങൾ നല്ല അത്ലറ്റുകളെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ട് പുതിയതായി ലോഞ്ച് ചെയ്ത ആ ഒരു സ്പോർട്സ് ഇവൻറ്റിൽ ഇന്ത്യൻസിന് ഇറ്റലിയിൽ പോയി 2024 ഒളിമ്പിക്സിൽ പോയി പങ്കെടുക്കാം എന്നുള്ളൊരു വാർത്ത വളരെ പ്രാധാന്യത്തിൽ ന്യൂസ് പേപ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം കണക്ട് ചെയ്ത് ഓർത്തിരുന്നെങ്കിൽ നമ്മുടെ തലച്ചോറിലിരിക്കും അല്ലേ. പക്ഷേ ഫാക്ച്വലായിട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാലോ നല്ല ബോറിംഗ് ആയിരിക്കും. സോ അനലറ്റിക്കലായിട്ട് തന്നെ പഠിക്കുക. ഈ തത്തമ്മേ പൂച്ച പരിപാടി മാറ്റിവെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് വന്നിട്ടുള്ളത് DRDOയിൽ നിന്നാണ്, നമ്മുടെ പ്രതിരോധ മേഖലയിൽ നിന്നുള്ളതാണ് അല്ലേ. നമ്മളിപ്പോൾ വളരെ റീസെൻ്റായി അഗ്നി 5 മിസൈൽ ടെസ്റ്റ് ഫെയർ ചെയ്തിരുന്നു. നമുക്കറിയാം 5000 മുതൽ 8000 കിലോമീറ്റർ വരെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. വിച്ച് മീൻസ് ചൈനയും പാകിസ്ഥാനും ഒക്കെ അറ്റാക്ക് ചെയ്യാൻ ആ ഒരു ഡിറ്ററൻ നമ്മളെ വളരെയധികം സഹായിക്കും. ന്യൂക്ലിയർ കേപ്പബിൾ ആണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ നമ്മൾ MIVR എന്ന് പറയുന്ന ഒരു ടെക്നോളജിയും കൂടി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർജറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ബസ്സിനെ സങ്കല്പിക്കുക. ബസ്സിൻ്റെ പരിപാടി എന്താ? ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്തേക്ക് ഇറക്കുക. അതുപോലെ മിസൈലുകളുടെ ബസ്സാണിത്. അതായത് ഒരു മിസൈൽ അയച്ചു കഴിഞ്ഞാൽ അതിന് പല ടാർജറ്റുകൾ ഹിറ്റ് ചെയ്യാൻ പറ്റും. ഈ ടെക്നോളജി ലോകത്തിലെ വളരെ ചുരുക്കം രാജ്യങ്ങൾക്കേ ഉള്ളൂ. നമ്മുടെ അഗ്നി 5 മിസൈലിൽ ഈ ടെക്നോളജി ഇപ്പോൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ന്യൂക്ലിയർ ഡിറ്ററൻസിനെയും നമ്മുടെ പ്രതിരോധ മേഖലയെയും വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആനുകാലിക വിഷയമാണ്. ഫുൾ ഫോം ശ്രദ്ധിക്കുക. ഇൻഡിപെൻഡൻ്റ്ലി ടാർജറ്റബിൾ ആണ്. ചിലപ്പോൾ ഓപ്ഷൻസിനകത്ത് ഇൻഡിപെൻഡൻസ് ഓഫ് ചാർജബിൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ചാർജബിൾ എന്ന് നോക്കിയായിരിക്കും ഓപ്ഷൻസിൽ തരിക. അത് തെറ്റാണ്. ഇൻഡിപെൻഡൻ്റ്ലി എന്നുള്ള കീവേഡാണ് ഇവിടെ വരുന്നതെന്നുള്ള കാര്യം തലയിൽ ഇപ്പം തന്നെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളുടെ കയ്യിലാണ് ഈ ഒരു ടെക്നോളജി ഇപ്പം നിലവിലുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, റഷ്യയുണ്ട്, USA എന്തായാലും കാണും, പാകിസ്ഥാനുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. പാകിസ്ഥാനുണ്ട്. ഇസ്രായേലിൻ്റെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ചറിയില്ല, പക്ഷേ സാധ്യത വളരെ അധികമാണ്. പിന്നീട് ഫ്രാൻസും UK വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള 2 കൺട്രീസാണ്. അവരുടെ കയ്യിലും ഈ സെയിം ടെക്നോളജി ഉണ്ട് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിമൺ എംപവർമെൻറ്റിൻ്റെ ഡയമെൻഷൻ ഇവിടെ വന്നിട്ടുണ്ട്. കാര്യം ഷീല റാണി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് ഹെഡ് ചെയ്തിരിക്കുന്നത്. സോ ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ ഡെവലപ്പ് ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസിലൊന്നാണ് അഗ്നി 5 മിസൈൽസ്. നിങ്ങൾക്ക് സിവിൽ സർവീസസിൽ വിമൻ എംപവർമെൻറ്റ് കോൺടെക്സ്റ്റിൽ മെയിൻസിൽ ധാരാളം ചോദ്യങ്ങളും എസ്സേയും വരാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയിരിക്കും. PSCയിലും ഫാക്ച്വലായിട്ട് ചോദിക്കാം, ഈ പ്രോജക്റ്റ് ഹെഡ് ചെയ്തത് ആര്? ഷീല റാണി. ഇപ്പം തന്നെ ഓർത്തിരിക്കാം. ഈ ഒരു പ്രോജക്റ്റ് DRDOയുടെ അണ്ടറിലാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സിവിൽ സർവീസിലും PSCയിലും സിലബസിൽ തന്നെ എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് DRDO. മറ്റൊരു രസകരമായ ഒരു കറണ്ട് അഫെയർ കണ്ടത് ഇതസ് ഓഫ് മാർച്ച്, IDES ഓഫ് മാർച്ച് എന്ന് പറയുന്ന ഒരു കീവേഡാണ്. കാര്യം കീവേഡ്സ് വെച്ചാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് അല്ലേ. വലിയ കാര്യമൊന്നുമില്ല. ജൂലിയസ് സീസർ ബാക്കിൽ നിന്നും കൊല്ലപ്പെട്ട ദിവസത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണത്. മാർച്ച് 15 ആ ദിവസം. കാര്യം ഇത് വലിയ ലോകത്തിലെ എല്ലായിടത്തും ആഘോഷിക്കുന്ന കമമറേറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പേഴ്സ് ഇതിനെപ്പറ്റി വരുന്നുണ്ട്. മറ്റൊരു കാര്യം, നമുക്കിപ്പം റഷ്യയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പം ഇവിടെ പുട്ടിനെ പറ്റിയുള്ള ചർച്ചകൾ വരും. അറിയാം, ലോകത്തിലെ ഏറ്റവും പവർഫുൾ ലീഡേഴ്സിൽ ഒരാളെന്നൊക്കെ പറയുന്ന വ്യക്തിയാണ് പുട്ടിൻ. അപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലും ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. സോ പുട്ടിൻ്റെ എക്കണോമിക് റിഫോംസിൻ്റെ ഭാഗമായി ഇപ്പം നമ്മൾ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു കീവേഡാണ് മിലിറ്ററി കെയ്നീഷ്യനിസം. കീൻസ് അറിയാം അല്ലേ, നമുക്ക് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദം സ്മിത്ത് ആണ്. പക്ഷേ പുള്ളി കുറേ കൂടെ ക്യാപിറ്റലിസത്തിൻ്റെ ആളായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത് കൂടുതലും കീൻസിൻ്റെ എക്കണോമിക് തത്വങ്ങളാണ്. അപ്പോൾ അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗവൺമെൻറ് എക്കണോമിയിൽ ഒരു പ്രധാനപ്പെട്ട റോള് വഹിക്കണം. ആദം സ്മിത്ത് പണ്ട് പറഞ്ഞത് എന്താ, ഗവൺമെൻറ്റിൻ്റെ പണി നോക്കിയാൽ മതി, എക്കണോമിയിൽ അല്ലെങ്കിൽ ട്രേഡ് അല്ലെങ്കിൽ സാമ്പത്തിക മേഖല പ്രൈവറ്റ് സെക്ടറിൻ്റെയാണ്, അവിടെ ഗവൺമെൻറ് അനാവശ്യമായിട്ട് ഇടപെടരുത് എന്നാണ് ലേസിസ്വേരെ പോലുള്ള ഫിലോസഫീസിന് ആദം സ്മിത്ത് പറഞ്ഞത്. പക്ഷേ കീൻസ് പറയുന്നൊരു കാര്യം, ഗവൺമെൻറ് എക്കണോമിക്സിന് അതിൽ പ്രോ ആക്റ്റീവായിട്ട് ഇടപെടണം. ഗവൺമെൻറ് നമ്മുടെ എക്കണോമി തകരാൻ പോവുകയാണെങ്കിൽ മണി പമ്പ് ചെയ്യണം എന്നൊക്കെ രീതിയിലുള്ള ഒരു എന്താ പറയുക, കുറച്ചും ഡെമോക്രാറ്റിക് ഔട്ട്ലുക്കിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുട്ടിൻ്റെ വിജയതന്ത്രം ഇത് തന്നെയാണ്. മിലിറ്ററി പട്ടാളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഒരു കീനീഷ്യൻ എക്കണോമിക്സ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്രൈൻ യുദ്ധം നടക്കുന്നു, അപ്പം രാജ്യത്തിനുള്ളിൽ മിലിറ്ററി എക്യുപ്മെൻറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ കുറേ ആൾക്കാർക്ക് അതിൻ്റെ ഭാഗമായി തൊഴിൽ കിട്ടും, മണി സർക്കുലേഷൻ കൂടും. ഇവിടുത്തെ ഹൈലൈറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, റഷ്യയെ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും ഒറ്റപ്പെടുത്തി സാങ്ഷൻസ് ഇമ്പോസ് ചെയ്ത് ഒരു രാജ്യത്തിൽ നിന്ന് റഷ്യക്ക് ഒന്നും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചിരുന്നു. അപ്പോൾ റഷ്യ എന്ത് ചെയ്തു, സ്വന്തമായി സാധനങ്ങൾ ഉൽപ്പാദനം നടത്തി തുടങ്ങി. അത് റഷ്യയുടെ എക്കണോമിയെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തു. ഈ ഉർവശി ശാപ ഉപകാരം എന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു റഷ്യയുടെ അവസ്ഥ. കാരണം ഇത്രയും സാങ്ഷൻസ് വന്നിട്ടും പുട്ടിൻ്റെ നേതൃത്വത്തിൽ റഷ്യ സമ്പദ് വ്യവസ്ഥ സ്ട്രോങ് ആയിട്ട് നിന്നത്. അതൊരു വലിയൊരു മാജിക്കാണ്. ആ ഒരു മാജിക്കിൻ്റെ റീസൺ മിലിറ്ററി കൈനീഷ്യനിസം ആണെന്നുള്ളൊരു ഒബ്സർവേഷൻ ന്യൂസ് പേപ്പേഴ്സിൽ ഇപ്പോൾ വരുന്നുണ്ട്. കാര്യം മിലിറ്ററി സ്പെൻഡിങ് കൂട്ടിയതിൻ്റെ ഭാഗമായി എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ലോൺസ് ചീപ്പ് റേറ്റിൽ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നു, പ്രൈവറ്റ് സെക്ടർ ഇവോൾവ് ചെയ്യുന്നു, മണി സർക്കുലേഷൻ കൂടുന്നു, പോവർട്ടി റേറ്റ് കുറയുന്നു. അങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ പൊളിറ്റിക്കൽ എത്തിക്സിനെ നമ്മളിവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല. ഒരു കറണ്ട് അഫെയർ പെർസ്പെക്റ്റീവിൽ മാത്രം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോവാം. മറ്റൊരു കറണ്ട് അഫെയർ, നമ്മുടെ അവസാനത്തെ ഒരു കറണ്ട് അഫെയറിലേക്കാണ് നമ്മൾ പോകുന്നത്. PSC ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്, സെൻറ്റ് പാട്രിക്സ് ഡേ ഏത് രാജ്യത്തിൻ്റെ നാഷണൽ ഡേ ആണെന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത് അയർലൻഡിൻ്റെ നാഷണൽ ഡേ ആണ് കേട്ടോ. കാര്യം ഈ വർഷം നമ്മൾ ഇന്ത്യയും അയർലൻഡുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി സെൻറ്റ് പാട്രിക്സ് ഡേ ന്യൂസ് പേപ്പേഴ്സിൽ വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ട് ഇനിയും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതിൽ വിശകലനാത്മകമായി കറണ്ട് അഫെയർസിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബോറടി മാക്സിമം ഒഴിവാക്കി പഠിക്കാം. കാര്യം കറണ്ട് അഫെയർസ് പഠിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പക്ഷേ ഇനിയുള്ള പാറ്റേണിൽ സിവിൽ സർവീസിൻ്റെയും PSCയുടെയും SSCയുടെ ഒക്കെ ഇനിയുള്ള പാറ്റേണിൽ നമുക്ക് ഈ ഒരു അപ്രോച്ച് കറണ്ട് അഫെയർ പഠിക്കേണ്ടിയിരിക്കുന്നു. കാണാപ്പാടം പഠിക്കില്ല, അതിൻ്റെ കൂടെ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലത് പതിയും. ഒരു 10 പ്രാവശ്യം വായിക്കേണ്ടതിന് പകരം നമ്മൾ ഈ ഒരു അപ്രോച്ചിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ മതി, നമ്മുടെ തലച്ചോറിൽ ഇംപ്രിൻ്റ് ആവും. സോ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇതൊരു എക്സ്പെരിമെൻ്റൽ പർപ്പസിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. താങ്ക് യു, ബൈ.